നമ്മളിപ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലേ? പല ഹോസ്പിറ്റൽസിൻ്റെ ICUs, പിന്നെ വേറെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ആൾക്കാരുടെ ആവശ്യകത ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം ശരിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ സ്കില്ലുകൾ, അവർക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ അസർ തോന്നുന്നത്? ശരിക്കും ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലേ അതൊരു ഭയങ്കര പ്രഷർ കുക്കർ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയാലും നഴ്സായാലും പാരാമെഡിക്സ് ആയാലും എല്ലാവരും അവരവരുടെ രീതിയിൽ, ഈവൻ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ പോലും ഭയങ്കര ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളവർ വരാം. അപ്പോൾ ഈ വരുന്ന ടൈമിൽ ഇവരെ പ്രൈമർലി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ശരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഈ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ന് പറയുന്നത്. അത് വേറെ രീതിയിൽ ഇപ്പോൾ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലൊക്കെ ഉള്ള ആൾക്കാർ അതിൻ്റെ ബാക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു കാറ്റഗറി ഓഫ് സ്റ്റാഫ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം അവിടുത്തെ OP കോർഡിനേറ്റർ ആവാം, അല്ലെങ്കിൽ IP കോർഡിനേറ്റർ ആവാം. ഇപ്പോൾ നമ്മളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം കയറി ചെന്ന് നമ്മളവിടെ ആദ്യം കാണുന്ന നഴ്സസിൻ്റെ കൂടെ എപ്പോഴും ഒരു ED കോർഡിനേറ്റർ, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റേഴ്സ്. ഹോസ്പിറ്റലിൽ എപ്പോഴും ഇപ്പോൾ ലാബിലായാലും ഫാർമസിയിലായാലും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് നിൽക്കുന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്ക് ശരിക്കും ഒരു ലീഡർഷിപ്പ്, ഒരു പീപ്പിൾ മാനേജ്മെൻറ്റ് കപ്പാസിറ്റി, ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ്, റാദർ ഇവർക്ക് എന്തൊക്കെ സ്കില്ലാണ് വേണം എന്ന് ചോദിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്ത് സ്കില്ലാണ് വേണ്ടാത്തതെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും ഒരു പോളിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇമോഷണലി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ് ഉള്ള ആൾക്കാരായിരിക്കണം ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് വരേണ്ടതും. റാദർ ഇനിയിപ്പം ഒരാൾ വന്നാൽ അവർ ട്രെയിനിങ് പീരീഡിൽ അവരെങ്ങനെ മോൾഡ് ചെയ്ത് ഇങ്ങനെ ആക്കാം എന്നുള്ളൊരു പോയിൻ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ GCയിലൂടെ ഈ ഒരു മോഡ്യൂൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കഴിയുന്ന ഒരാൾക്ക് അവർക്ക് നമ്മൾ ആ ട്രെയിനിങ് പീരീഡ് കൊടുക്കുന്ന ഒരുപാട് സെഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ് ഇങ്ങനെ ഓവർഹിയർ ചെയ്യുന്നത് നമ്മുടെ ഷാന മാഡം എടുക്കുന്ന ക്ലാസ് ആയിരുന്നു. ഷാന മാഡത്തിൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണ് വന്നത്, ഹോസ്പിറ്റലിൽ എന്തൊക്കെ പേഷ്യൻസിനെ കാണുന്നുണ്ട്, അവരെ ബൈസ്റ്റാൻഡേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ ഇത് പറയുന്ന സമയത്ത് ഒരു കുട്ടി ക്ലാസ് ഒന്ന് കരയായിരുന്നു. അപ്പോൾ ഇവർ കരയുന്നത് പറഞ്ഞാൽ നമ്മളാ ഒരു ലൈഫിൻ്റെ ഡെത്തിൻ്റെ ഇടയിലാണ് ശരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത് പലപ്പോഴും ഡോക്ടേഴ്സ് ആയാലും. അപ്പോൾ അവരെ ഒരു കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാവണം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഡെഫിനറ്റ്ലി GCയിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് എത്രത്തോളം അവർ ഗ്രാസ്പ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അവരുടെ ഇത് ഗ്രാസ്പ് ചെയ്യുന്നതല്ല, നമ്മളിത് അവരെ ഗ്രാസ്പ് ചെയ്യിപ്പിക്കുന്നതാണ്. അത് ആ ഒരു ട്രെയിനിങ് സെഷൻസ് ഒക്കെ അത്രയും ഇൻറ്റൻസ് ആയിട്ടാണ് പലപ്പോഴും പോവാറ്. അപ്പം നമുക്കതിൽ ഇവരെ കംപ്ലീറ്റ്ലി ആ ഒരു സിസ്റ്റത്തിലോട്ട് കൊടുന്ന് അതിൽ എന്താ പറയുക, നമ്മൾ ഓയിൽഡാക്കി പോളിഷ്ഡ് ആക്കി എടുക്കാന്ന് പറയില്ലേ, അതേപോലെ ഓയിൽ ചെയ്ത് പോളിഷ് ചെയ്ത് പുറത്തേക്കാണ് നമ്മൾ ഈ കാൻഡിഡേറ്റ്സിനെ പലപ്പോഴും വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2 ഇയേഴ്സിൽ കണ്ടിട്ടുള്ളത്. ശരിക്കും നമ്മൾ 2022 ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരിക്കലും വിചാരിച്ചിട്ടില്ല ഇത് ഇങ്ങനത്തെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് എഡ്യൂക്കേഷനിൽ ഒരു നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറുന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുമില്ല, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുമില്ല. പക്ഷേ ഒന്ന് ദൈവാധീനം കൊണ്ടും, 2 നമ്മുടെ കൂടെയുള്ള സ്ട്രോങ് ടീമിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. റാദർ എല്ലാത്തിനുപരി നമ്മുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങി പോയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് പബ്ലിസിറ്റിയാണ് ശരിക്കും നമ്മുടെ ഒരു എന്താ പറയുക അടിത്തറ എന്ന് പറയുന്നത്. ശരിക്കും എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. കാരണം നമ്മളുടെ സക്സസ് കൂടി വരുന്നത് എപ്പോഴും നമ്മളുടെ ഈ റിസൾട്ട് കാണുമ്പോഴാണ്. ഈ കാൻഡിഡേറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ പ്ലേസ്ഡായി കാണുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ബൂസ്റ്റപ്പ് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ നമ്മളുടെ ഈ പ്ലേസ്മെൻറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ഒക്കെ വളരെ എന്താ പറയുക ഒരു അസ്റ്റോണിഷിങ് തന്നെയാണ്. കാരണം GCയിൽ പഠിച്ചിറങ്ങുന്നതിൽ 3-ൽ 2 ആൾക്കാരും ജോലി കിട്ടിയിട്ടാണ് പലപ്പോഴും കോഴ്സ് കഴിയുന്നതിന് മുന്നേ കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ടാണ് പോകുന്നത്. ഇനി അതിൽ അൾട്ടിമേറ്റ്ലി ഞാൻ എപ്പോഴും പറയാറ്, ഈ ജോലി കിട്ടി പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ സപ്പോർട്ട് ഉണ്ട് അവർക്ക്. പക്ഷേ അവർ ആ ഇൻ്റർവ്യൂവിൽ അവർ എക്സൽ ചെയ്ത് പെർഫോം ചെയ്ത് അവരുടെ സ്കില്ല് പെർഫോം ചെയ്ത് അവർക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൻ്റെ കിട്ടാൻ കാരണം നമ്മളാണെന്ന് നമുക്ക് ഒറ്റടി പറയാൻ പറ്റും. എന്നാലും നമ്മൾ ആ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങുകളൊക്കെ അത്രക്കും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമുള്ളത് തന്നെ ഇങ്ങനത്തെ ഒരു അപ്സ്കില്ലിംഗ് കോഴ്സാണ്, അപ്സ്കില്ലിംഗ് മൊഡ്യൂൾസ് ആണ്. അപ്പോൾ അത് ഇപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്തുള്ള ട്രെയിനിങ് ഒക്കെ ആകുമ്പോൾ ഡോക്ടർ ആദ്യം ചോദിച്ചില്ലേ നമുക്ക് ഈ എന്തൊക്കെ സ്കിൽസാണ് വേണ്ടതെന്നുള്ളത്. അതായത് അത്രയും പ്രഷേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതിന് ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ലെവലിലൊക്കെ അവർ നല്ലോണം
ഇമ്പ്രൂവ് ചെയ്ത് വരണം. പക്ഷെ അതിൻ്റെ ഫെയിലിയർ ആയിരിക്കാം അല്ലേ പലപ്പോഴും ഹോസ്പിറ്റൽസിൽ ഈ ഒരു വയലൻസും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. ശരിക്കും ഈ പല ഇമോഷൻസും ഹാൻഡിൽ ചെയ്യുന്നതിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം ഈ ഒരു ഡോക്ടർ പറഞ്ഞ പോലെ ആ ഒരു പ്രഷർ കുക്കർ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അത്രയും സെൻസിറ്റീവാണ് ആൾക്കാർ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറ്റാം. കാരണം അതിന് ശരിക്കും വേണ്ടത് ഒന്ന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആ ഒരു പബ്ലിക് ഹാൻഡ്ലിങ്, പബ്ലിക് സ്പീക്കിംഗ് കപ്പാസിറ്റി, പിന്നെ ഒരു അഡാപ്റ്റബിലിറ്റി. നമുക്ക് ഒരു സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷൻ എങ്ങനെ നമ്മളതിനോട് മോൾഡ് ചെയ്ത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് സ്കിൽസ് ഉണ്ടല്ലോ. അത് കമ്മ്യൂണിക്കേഷനും അഡാപ്റ്റബിലിറ്റിയും ആണ് അതിലേറ്റവും പ്രൈമറിലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പം അത് എനിക്ക് തോന്നുന്നു നല്ലൊരു രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഇവിടുന്ന് ട്രെയിനിങ്ങിൽ ഇമ്പാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു എന്താ പറയുക സക്സസ് സ്റ്റോറി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പറയുന്നത്.